ആദ്യം നമുക്ക് ഒരു കലാപരിപാടി കാണാം. പ്രത്യേകിച്ചിപ്പോൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് വിവിധ തരം കലാപരിപാടികൾ ഒരുപാട് നമ്മൾ പകൽ കാഴ്ചയിൽ കാണുന്നതാണ്. സവിശേഷമായ കലാകാരന്മാർ കലയോടുള്ള ഇഷ്ടം കൊണ്ടും അവരുടെ ജീവിത മാർഗം കണ്ടെത്തുന്നതിനും ഉപജീവനത്തിനും വേണ്ടി ഒക്കെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു പോരുന്ന നാടൻ കലാകാരന്മാർ ധാരാളമുണ്ട്. പിന്നെ വേറൊരു കാര്യം, അതൊരു രഹസ്യമാണ്. ഈ മനുഷ്യർക്കാകെയും ആണിനും പെണ്ണിനുമെല്ലാം എപ്പോഴും വേണ്ട ഒരു സാധനമാണ് രണ്ടക്ഷരങ്ങൾ മലയാളത്തിൽ ചേരുന്ന ഒരു പദമുണ്ട്, ലജ്ജ. ഈ ലജ്ജ ഒരു നെഗറ്റീവ് വാക്കൊന്നുമല്ല. ചിലപ്പോൾ നമ്മളതിനെ ലജ്ജ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. നിനക്കെന്താടാ ലജ്ഞ, നിനക്ക് നാണക്കേടാന്നോടാ ലജ്ഞ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ലജ്ജ ഒരു പരിധി വരെ മനുഷ്യർക്ക് വേണം. ഈ ലജ്ജയുടെ ആവശ്യം എന്താണെന്നറിയോ? ചിലതൊന്നും ചെയ്തുകൂടാ, അത് നമുക്ക് പറ്റിയതല്ല. ആ ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ആ നിൽക്കുന്ന പ്രതലം, ആ പ്രതലത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്വഭാവം അനിവാര്യമാണോ അല്ലയോ, ആ ഇരിക്കുന്ന പദവിയോട് അത് നീതി പുലർത്തുമോ, നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തോട് അത് നീതി പുലർത്തുമോ, നമ്മൾ പിന്നെ നേടിയ സ്ഥാനങ്ങൾ, വഹിച്ച സ്ഥാനങ്ങളോട് അത് നീതി പുലർത്തുമോ? ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആ ശ്രദ്ധയില്ലായ്മ നമ്മുടെ ഒരു ആകെ വ്യക്തിത്വത്തെ പലതരത്തിലും ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഈ അഘോരികൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന കഥ 2-3 ദിവസം മുമ്പൊക്കെ വന്നിരുന്നു. അതിനൊരു പൂച്ചട്ടിയൊക്കെ ഹിറ്റാക്കി ഫോട്ടോ ഒക്കെ എടുത്ത് അത് ചർച്ച ചെയ്തിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ അവർ പാരമ്പര്യമായി അങ്ങനെ നടക്കുന്നവരായതുകൊണ്ട് പിന്നെ നമുക്ക് അത് കുഴപ്പമില്ല, അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോട്ടെന്ന് വെക്കാം. നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസവും നമ്മൾ നേടിയെടുത്ത സവിശേഷമായ സംഗതിയുമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ച ഇതിനകത്തുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വളരെ അധോഗതി പ്രാപിച്ചവരായി നമ്മൾ പറയുന്നത് ആരെയാണെന്നറിയാവോ? ഒരുപാട് മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നവർ, ഒരുപാട് ആഹാരം കഴിക്കുന്നവർ, പിന്നെ ഈ ഭയങ്കരമായ പർദ്ദ ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നവർ. ഇവരൊക്കെയാണ് അധോഗതി പ്രാപിച്ചവരും വലിയ കുഴപ്പക്കാരും. എന്നാൽ അഘോരികളൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാണ്. അവരിപ്പോഴത്തെ ഇന്ത്യയിൽ സവിശേഷമായി ശ്രദ്ധ പിടിച്ചു പറ്റി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ചില ചെടികളും പൂക്കളുമൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കാണുന്നത് പിന്നെ അങ്ങോട്ട് വ്യാപിക്കുന്നത് പോലെ ഉത്തർപ്രദേശിലെ ചില പോക്കറ്റുകളിൽ കണ്ട സംഗതി ഇപ്പോൾ ബാംഗ്ലൂരിൽ, ഇപ്പോൾ കേരളത്തിൽ വരെ എത്തി. ഇവരൊരു പിരിവുകാരുമാണ്. അതാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറ് പറഞ്ഞില്ലേ, പെട്രോൾ അടിക്കാൻ 500 രൂപ ചോദിച്ചത്. അങ്ങനെ കടകളുടെയൊക്കെ മുമ്പിലൊക്കെ ചെന്ന് നിന്ന് പല സ്ഥലങ്ങളിലും പിരിക്കാറുണ്ട്. പക്ഷേ ചിലയിടത്തൊന്നും വിൽക്കത്തില്ല, നല്ല ശരിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങ് വണ്ടി വിട്ടു പോകും. അതാണ് പതിവ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, അവർ നമ്മൾ അങ്ങനെയാണെന്നെങ്കിലും കൂട്ടാം. എന്നാൽ ഒരു പോലീസ് മേധാവിയാണ് ഇനി നിങ്ങൾ കാണുന്നത്. ദേ കണ്ടോളൂ. കണ്ടില്ലേ, വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയാണ് കേരള നിയമസഭയിലേക്ക്. BJPക്ക് ഒരു അഭിനന്ദനമുണ്ട്. എന്താണെന്നറിയോ? അവരിതിപ്പോൾ ഒരു പുലിവാലി പിടിച്ച പോലെയാണ്. അവർ കൗൺസിലറാക്കിയെങ്കിലും വേറൊന്നിലേക്കും അവർ അടുപ്പിച്ചില്ല. മേയറും പിന്നെ ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വേണ്ട ഒരു സംഗതിയും കൊടുത്തില്ല. അവരൊരു അമിത പ്രാധാന്യവും കൊടുക്കുന്നുമില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ് കൊടുത്തതുപോലും ഇല്ലെങ്കിലുണ്ടാകാവുന്ന തലവേദന ഓർത്ത് മാത്രം അവർ നൽകിയതാണ്. ഈ കാഴ്ചകൾ അവരുടെ തീരുമാനത്തെ സാധൂകരിക്കുന്നു.